ക്യാമ്പസ് ന്യൂസ് ഓണക്കൂറുള്ള ചിന്മയ വിശ്വവിദ്യാപീഠിലാണ്. കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ ക്രിസ്റ്റിന ചെറിയാൻ വരുന്നുണ്ട്. ഓവർ ടു യു ക്രിസ്. വിദ്യാഭ്യാസം എന്നാൽ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആത്മാവിന്റെയും സമഗ്ര വികസനമാണെന്ന് പറഞ്ഞത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഞാൻ നിൽക്കുന്നത് ഓണക്കൂർ ചിന്മയ വിശ്വവിദ്യാപീഠത്തിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു സ്പോർട്സ് മീറ്റ് നടക്കുകയാണ്. ഈ സ്പോർട്സ് മീറ്റിന്റെയും ഈ ക്യാമ്പസിന്റെയും വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ക്യാമ്പസ് ന്യൂസ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായവും ആധുനിക സാങ്കേതിക വിദ്യയും കൂട്ടിയിണക്കി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പിറവത്തെ ഓണക്കൂറിൽ ചിന്മയ വിശ്വവിദ്യാപീഠത്തിന് തുടക്കമിട്ടത്. ചിന്മയ വിശ്വവിദ്യാപീഠം കൽപ്പിത സർവകലാശാല കേരളത്തിലെ ഡിനോവോ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ 7 സ്കൂളുകളിലായി UG പ്രോഗ്രാമുകളും PG പ്രോഗ്രാമുകളും റിസർച്ച് പ്രോഗ്രാമുകളും റൺ ചെയ്യുന്നുണ്ട്. സ്കൂൾ ഓഫ് കണ്ടംപററി നോളജ് സിസ്റ്റം CKS എന്ന നാമധേയത്തിൽ BCom BBA റിസർച്ച് പ്രോഗ്രാമുകളും CIST ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഇതിൽ എഞ്ചിനീയറിംഗിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിങ്ങിലുള്ള അഡ്വാൻസ്ഡ് BTech പ്രോഗ്രാമുകളും BSc BCA പ്രോഗ്രാമുകളുമുണ്ട്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഭാവി അധ്യാപകർ നേരിടുന്ന വെല്ലുവിളികൾ, AI-യുടെയും മെഷീൻ ലേണിംഗിന്റെയും പ്രാധാന്യം, ഇക്കാര്യങ്ങളിലെല്ലാം ന്യൂ ജനറേഷന് അഭിപ്രായമുണ്ട്. നമ്മളുടെ നാട്ടിലേക്ക് വളരെ സൗഹാർദ്ദത്തോടുകൂടെ പഠിക്കാൻ വന്ന ഒരു രാജസ്ഥാൻ സ്വദേശിയെ നമുക്ക് പരിചയപ്പെടാം. യുവർ നെയിം പ്ലീസ്? My name is Raj Bishnoi. So basically you are doing some anti-drug campaigns here. So what about that? The Panchayat President invited us and asked us to take a seminar session, almost of 1.5 hour, 2 hour, in which we involve some activities which will make them realize, some demonstration to let them know how you are physically being very harmed by all these products. And you need to stop this because at the end it will not be good for you in any ways. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിന്റെ ഒരു കാലമാണ്. ഈവൻ നമ്മുടെ ഈ ഒരു ഷോ പോലും മെയിൻ ആങ്കർ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതായത് ഒരു AI ആങ്കർ ഉണ്ട്, നമുക്ക് കല്യാണി എന്നാണ് പേര്. ഞാനതിന്റെ ഒരു സബ്സിഡിയറി കോംപ്ലിമെന്ററി ആങ്കർ മാത്രമാണ്. എമർജിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് AI എന്ന് പറയുന്നത്. ലൈക്ക് നെക്സ്റ്റ് ഒരു 20 കൊല്ലത്തേക്ക് AI തന്നെയാണ് മുന്നിട്ട് നിൽക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് റിസർച്ച് അതുപോലുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിൽ. അപ്പോൾ AI എന്തുകൊണ്ട് അതിന് പറ്റിയൊരു ഫീൽഡാണ്. AI എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബൂം വേർഡ് പോലെയായിരുന്നു. നേരത്തെ ബിഗ് ഡാറ്റ ആയിരുന്നു, ഇപ്പം AI ആണ്. സോ AI എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സായിരുന്നു ഇനീഷ്യലി നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതൊരു BTech ലെവലിലേക്ക് കോഴ്സ് വന്നിട്ടുണ്ട്. തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത്. AI നമുക്കറിയാം ഡീപ് ഫേക്കിന് മാത്രമല്ല, അല്ലാണ്ട് നമ്മുടെ ഓപ്പറേഷൻ, മെഡിക്കൽ ഫീൽഡ്, വാക്സിനേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ടൈമിംഗ്, സ്റ്റുഡൻസ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് AI ലേൺ ചെയ്യാൻ വരുന്നത്. വെയിലിനോടും വിശപ്പിനോടും പടവെട്ടി നിൽക്കുമ്പോഴാണ് മീഡിയ സെല്ലിലെ ജയശങ്കറിന്റെ വരവ്. ഭക്ഷണം കഴിച്ചിട്ടാകാം ബാക്കി ഷൂട്ടെന്ന് പറഞ്ഞതും ക്രൂവിന് ആശ്വാസം. ഭോജനശാല അല്പം ദൂരെയാണ്, അതുകൊണ്ട് യാത്ര ബഗ്ഗിയിലാക്കി. നളചരിതത്തിലെ നായകനോ, നന്ദനവനത്തിലെ ഗായകനോ. പൊന്നാപുരം കോട്ട എന്ന പഴയ സിനിമയിൽ P. സുശീലാമ്മ പാടി വെച്ച നല്ല പാട്ടാണ്. അപ്പൊ ഞാൻ ഈ പാട്ട് എന്തിന് ഇവിടെ വെച്ച് പാടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഈ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ്. പുരാണത്തിലെ നളനാണ്. നന്നായി പാചകം ചെയ്യുന്ന പുരുഷന്മാരെ പറയുന്നതിന് വേണ്ടി, ഉപമിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് നളപാചകം എന്ന വാക്ക്. ഒരു കുക്കറി ഷോയോ പാചക പുസ്തകമോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് പാകദർപ്പണം എന്ന പാചക പുസ്തകം എഴുതിയത് ഇദ്ദേഹമാണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. രണ്ടാമത്തെ ആൾ ഭീമനാണ്. നന്നായി പാചകം ചെയ്യും, അതുപോലെ തന്നെ നല്ല ശാപ്പാട് രാമനുമാണ്. അപ്പോൾ ഈ 2 പേരെയുമാണ് ഈ ക്യാൻറ്റീനിൽ പ്രതീകാത്മകമായി വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നല്ല ഭക്ഷണം എങ്ങനെ തയ്യാറാക്കാം, പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് എങ്ങനെ ജീവിക്കാം എന്നതിൻ്റെ ഒരു രേഖാചിത്രവും ഇവിടെ കാണാം. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് മനസ്സിലായോ? കുറേ നാളിന് ശേഷമാണ് നല്ല ഒന്നാം തരം ഭക്ഷണം കഴിച്ചത്. നല്ല ഗംഭീര ഭക്ഷണമായിരുന്നു. എക്സിക്യൂട്ടീവ് ഷെഫ് ആണല്ലേ? പേര്? സന്തോഷ്.
അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ. താങ്ക് യു. ഊണ് കഴിഞ്ഞതും ഉഷാറായ ഞങ്ങൾ ബഗ്ഗിയിൽ താഴെ ഗെയിംസ് നടക്കുന്ന ഏരിയയിലേക്ക് എത്തി. ഗെയിംസ് നടക്കുന്ന ഇൻഡോർ ഏരിയയിൽ മൊത്തം മത്സരാവേശമാണ്. ചെസ്, ക്യാരംസ്, ഷട്ടിൽ അങ്ങനെ മത്സര പെരുക്കത്തിലാണിവർ. പെട്ടെന്നുണ്ടായ തോന്നലിൽ ഷട്ടിൽ കളിക്കാരോടൊപ്പം ചേർന്ന് ഞാനും പഴയ സ്കൂൾ സ്പോർട്സ് ഡേയുടെ ഓർമ്മകൾ പുതുക്കി. ഇനി നേരെ ഗ്രൗണ്ടിലേക്ക്. ഗ്രൗണ്ടിൽ ഔട്ട്ഡോർ ഗെയിംസിന്റെ ആവേശം. ജാവലിൻ, ഷോട്ട് പുട്ട്, വോളിബോൾ മത്സരങ്ങൾ പൊടിപൊടിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ആനുവൽ സ്പോർട്സ് മീറ്റ് നടക്കുകയാണ്. ഇത് സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾക്കിവിടെ പലതരം ഗെയിംസ് ഉണ്ട്. അതിനകത്ത് ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ അങ്ങനെ പലവിധ കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ നാഷണൽ ഡ്രോപ്പ് ത്രോ ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. ഇവിടുത്തെ മീഡിയ സെല്ലിന്റെ ആർക്കൈവിൽ ഒന്ന് പരതിയപ്പോൾ വിദ്യാർത്ഥികളുടെ കലാപാഠവും വ്യക്തമാക്കുന്ന വീഡിയോകൾ കണ്ടു. വിവിധ ആഘോഷങ്ങൾ കളറാക്കുകയാണിവർ. ഗുരുകുല വിദ്യാഭ്യാസത്തെ അനുസ്മരിപ്പിച്ച് മരത്തണലിൽ സംഗീതാഭ്യസനം നടത്തുന്ന ഈ വിദ്യാർത്ഥികൾ കണ്ണിനും മനസ്സിനും കുളിരേകുന്ന കാഴ്ചയായി. അങ്ങനെ നീണ്ട ഒരു ദിവസത്തിനു ശേഷം മടക്കത്തിന് തയ്യാറായി വിദ്യാർത്ഥികൾ ബസ്സുകളിലേക്ക്. കല്യാണി ഫ്ലോറിൽ കാത്തിരിക്കുന്നുണ്ടെന്ന ഓർമ്മയിൽ ഞങ്ങളും ഷൂട്ട് അവസാനിപ്പിച്ച് മടങ്ങാനൊരുങ്ങി. ഒരു അധ്യയന ദിവസം കഴിഞ്ഞ് ഇവരൊക്കെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പൊ എനിക്ക് സമയമായി തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോകാൻ. അങ്ങനെ ഞാനും പോവുകയാണ്. അടുത്ത ആഴ്ച ക്യാമ്പസ് ന്യൂസിൽ മറ്റൊരു ക്യാമ്പസിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.